-2.5-ന്റെ താഴോട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെയാണ് എല്ലിന് തീരെ ബലം ഇല്ലാത്തൊരവസ്ഥയും അതും കഴിഞ്ഞ് ഫ്രാക്ചർ വരാനുള്ള അവസ്ഥയും വരുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു, മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് കൺസൾട്ടൻ്റ് ആണ്. ഒരു ഫ്രാക്ചർ ലൈസൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലും പിന്നെ ഒരു 60-70 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലും ഫ്രാക്ചർ ഒന്ന് വരാനും വീണ്ടും ഫ്രാക്ചർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള രോഗികളെ കണ്ടുപിടിക്കുക, അവർക്ക് എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ പറ്റും, ഡെക്സാ സ്കാനിൽ അതിൻ്റെ റോൾ എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ടും കേസ് ഫൈൻഡിങ് ആണ്. ഈ പേഷ്യൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കാണ്. അതിൻ്റെ ഭാഗമായിട്ടും ഇലക്ട്രോണിക് റെക്കോർഡിംഗ്, പേഷ്യൻ്റ് ഡാറ്റ എന്നിവ ഉപയോഗിച്ച് മെനോപോസ് കഴിഞ്ഞ ഫീമെയിൽസിനെയും ഒരു 10, 60, 70 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് വരുന്നത് പേഷ്യൻ്റ് അസസ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് ഓസ്റ്റിയോപോറോസിസ് അസസ്മെൻറ്റ്, അസ്ഥിയിലെ ബലത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ എക്സാക്ട് വാല്യൂസ് അറിയാൻ വേണ്ടി നമുക്ക് തീർച്ചയായും ഡെക്സാ സ്കാൻ കൊണ്ട് പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഡെക്സാ സ്കാനിൽ ഒരു സ്കോർ ഉണ്ട്. അത് നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് കിട്ടും. -1 to +1 എന്ന് വെച്ചാൽ ഒരു നോർമൽ സ്കോറാണ്. -1 to -2.5 എന്ന് വെച്ചാൽ ഓസ്റ്റിയോപീനിയ എന്ന് പറയും. അതിൽ എല്ലിൻ്റെ ബലം കുറഞ്ഞു വരുന്നു, പക്ഷേ ഓസ്റ്റിയോപോറോസിസ് തേയ്മാനത്തിൻ്റെ ഒരു ലെവൽ എത്തിയിട്ടില്ല. -2.5-ന്റെ താഴോട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെയാണ് എല്ലിന് തീരെ ബലം ഇല്ലാത്തൊരവസ്ഥയും അതും കഴിഞ്ഞ് ഫ്രാക്ചർ വരാനുള്ള അവസ്ഥയും വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഡെക്സാ സ്കാനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റ് ബ്ലഡിലെ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻക്ലൂഡിങ് നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ്, വൈറ്റമിൻ D3-ൻ്റെ അളവ്, ഹോർമോൺസിൻ്റെ അളവ്, അതിൻ്റെ ഭാഗമായിട്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ, സെക്സ് ഹോർമോൺ എന്നിവയുടെ അളവ് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ചില ബോൺ ടേൺ ഓവർ മാർക്കേഴ്സ് ഉണ്ട്, PINP എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കാൻ പറ്റും ഈ വാല്യൂസ് അനുസരിച്ച്. സോ ഇതിൽ ഡെക്സാ സ്കാൻ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സസൈസും പിന്നെ എങ്ങനെ ഒരു വീഴ്ച തടയാമെന്നുള്ള ഒരു റെക്കമെൻഡേഷൻസും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഭാഗമായിട്ട് കാറ്ററാക്ട് ഉള്ള പേഷ്യൻ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പാർക്കിൻസോണിസം ഉള്ള പേഷ്യൻറ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഒരു വീഴ്ച തടയുക, അതുപോലെ തന്നെ മുട്ടിൽ തേയ്മാനം കാരണം വീഴ്ച സംഭവിക്കാം. സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജ് 4 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആ ഒരു ലെവലിലോട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇതാണ് മെയിൻലി ഫ്രാക്ചർ ലൈസൻസ് സർവീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പറ്റും ചില ബോണിൻ്റെ സാന്ദ്രത അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതും ഡെക്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡെക്സാ സ്കാൻ എന്ന് വെച്ചാൽ ഇത് നമുക്കൊരു കറക്റ്റ് ഒരു നമ്പേഴ്സ് കിട്ടും, എത്രയാണ് സാന്ദ്രത. അൾട്രാസൗണ്ട് സ്കാനിൽ അങ്ങനെ കിട്ടത്തില്ല, അതൊരു വെറും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഡെക്സാ സ്കാൻ അതുമാത്രമല്ല, ഇത് തെറാപ്യൂട്ടിക് യൂസും കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. താങ്ക് യു.